ഞാനൊരു കമന്റ് കാണിച്ചു തരാം, എന്നിട്ട് കാര്യം പറഞ്ഞുതരാം. ആ കമന്റ് കണ്ടില്ലേ നിങ്ങള്? ഇതെന്താന്ന് സംഭവം എന്നല്ലേ? ഞാൻ നമ്മളെ AP ഉസ്താന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേന്ദ്രം പോലും കൈയൊഴിഞ്ഞ കേസാണ്, നമ്മുടെ സുപ്രീം കോടതി പോലും കൈയൊഴിഞ്ഞ കേസാണ്, അവിടെയാണ് ഈ മനുഷ്യൻ ഇടപെട്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവൻ എവിടെന്നേ ഒരു അണ്ടിമുക്ക് എന്ന് കിട്ടിയ ഒരു ലിങ്കും കൊണ്ടിട്ടിട്ട് അവിടെ വന്നിട്ട് കമന്റ് ഇടുകയാണ്, കേന്ദ്രം ചെയ്തത് കണ്ടില്ലടാ ജിഹാദി. മനസ്സിലായ? അപ്പൊ കൃഷ്ണരാജ് ഞാൻ അതിൽ നല്ല വൃത്തിയായിട്ട് മറുപടി കൊടുത്തു. പക്ഷെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് അറിയോ? ഇവനെയൊക്കെ പോലുള്ളവന്മാരെ 10 പേര് അറിയണം. മനസ്സിലായില്ലേ? ഇത്തരം വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്നവന്മാരെയൊക്കെ ഉണ്ടല്ലോ, 10 പേര് അറിയണം. അപ്പൊ ഞാൻ കൃഷ്ണരാജിനോട് സ്നേഹത്തോടൊരു കാര്യം ചോദിക്കണം. അല്ലടാ കൃഷ്ണരാജ്, ഈ മുസ്ലിം പേരുള്ളവരെയും അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെയും കാണുമ്പോൾ മാത്രം നിന്നെ പോലുള്ള കുറേവന്മാര് ജിഹാദികളെന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ കൃഷ്ണരാജെ, നിന്റെ തന്തയില്ലേ, നിന്നെ ഉണ്ടാക്കിയ ആ തന്ത, അയാള് നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്ന സമയത്ത് നിന്റെ അമ്മയുടെ അച്ഛൻ സ്ത്രീധനമായിട്ട് കൊടുത്താണോ ഇന്ത്യ മഹാരാജ്യം? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം ജിഹാദി എന്ന് പറയാനായിട്ട് നീ, അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും ജിഹാദി എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ നിന്റെ തന്തയുടെ തന്ത, അയാൾക്കൊരു തന്തയുണ്ടെങ്കിൽ ആ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഇന്ത്യ മഹാരാജ്യം? കേരളത്തിലുള്ള എല്ലാവരെയും ജിഹാദികളെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നിന്റെ തന്തയ്ക്കും നിന്റെ തള്ളയ്ക്കും നിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്ത്രീധനം കിട്ടിയതാണോ ഇന്ത്യ മഹാരാജ്യം? എന്നൊക്കെ സത്യം പറഞ്ഞാൽ നിന്നോട് ചോദിക്കണമെന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് തന്നെ ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, നീ വെറും തീട്ടാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എന്നാ ശരിയെന്നാ, സുഖല്ലേ? ഇവിടെയൊക്കെ തന്നെ കാണൂലേ? എടാ ഞാനായണ്ട് തെറി വിളിക്കാണ്ട് ഇതിൽ ഒതുക്കി. സത്യമായിട്ട് തന്നെ വേറെ ആരെങ്കിലും ആണെങ്കിൽ നിന്റെ പ്രൊഫൈൽ അടക്കം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിന്റെ പ്രൊഫൈൽ തപ്പി നോക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഊളയോളികളൊന്നും പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെക്കും. ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും പറ്റൂല. ഒരു പ്രൊഫൈല് പോലും ഒന്ന് നേരെ ചൊവ്വ ഇടാൻ അറിയാതെ, ഇട്ടിമാണിക്ക് ഉറപ്പില്ലാത്ത നീയൊക്കെയാണ് വന്നിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മരണപ്പെട്ട എത്ര മുസ്ലിങ്ങളുണ്ടെന്നറിയോ? ഏതെങ്കിലും ഒരാളുണ്ടാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കടന്നു പോകുന്ന വഴിയിൽ തലകറങ്ങി വീണ് മരിച്ച ഏതെങ്കിലും ഒരു സവർക്കർ എണ്ണം ഉണ്ടാടാ നിന്റെ കുടുംബത്തിലോ പാർട്ടിയിലോ? ഉണ്ടാ? മരുന്നിന് പോലും കാണൂല. പക്ഷേ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ പോയി നോക്കിയാൽ മതി, എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട മുസ്ലിങ്ങളുടെ പേര്. മനസ്സിലായ? ചരിത്രം പഠിക്കടാ വല്ലപ്പോഴും. അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്, ഇന്ത്യ മഹാരാജ്യം നിന്റെ തന്തക്കോ നിന്റെ തള്ളക്കോ സ്ത്രീധനം കിട്ടിയതല്ല. തമാശയായിട്ട് പറയാണ്, സത്യമായിട്ട് നീ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും സ്ത്രീധനം കിട്ടിയതല്ല ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള രാജ്യമാണ്. അപ്പൊ ഇനി ഒരു മുസ്ലിങ്ങളുടെ അടുത്തും പോയിട്ട് നീ ജിഹാദി എന്ന് വിളിക്കരുത് കേട്ടാ കൃഷ്ണരാജ്. വീട്ടിൽ അച്ഛനും അമ്മയും മര്യാദ പഠിപ്പിച്ച് തരാത്തതിന്റെ കുഴപ്പമാണ് ഈ ആൾക്കാരുടെ കമന്റ് ബോക്സിലും മറ്റിലൊക്കെ പോയിട്ട് ജിഹാദി ജിഹാദി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്നോട് സ്നേഹം കൊണ്ട് പറയാണ് കൃഷ്ണദാസ്, ഇനി ആരോട് പോയി ഇത്തരം ചോദ്യം ചോദിക്കില്ല. പ്രൊഫൈല് പോലും ഒന്ന് ഓണാക്കിയിടാൻ അണ്ടിക്ക് ഉറപ്പില്ലല്ല. എന്നിട്ട് ഇത് എന്താടാ നിന്റെയൊക്കെ ഡയലോഗ്? സത്യമായിട്ട് നിന്നെ തെറി വിളിക്കണം എന്നൊക്കെ ഉണ്ട്. വേണ്ട, എന്തിനി? തീട്ടത്തിന് ആരെങ്കിലും ക്ലോസറ്റ് പൊട്ടിച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോകാൻ നോക്കൂ? ഇല്ല. അത്രേ നിന്നോടും പറയാനുള്ളത്. ക്ലോസറ്റാ നീ, വെറും ക്ലോസറ്റ് അല്ല. എന്താ പറയുക, പബ്ലിക് ക്ലോസറ്റ് ആണ് നീ. ഓട്.